നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. 2022 ഏഷ്യൻ ഗെയിംസിൻ്റെ ഫാക്ട്സ് ഡിസ്കഷനാണ്. ക്ലാസ്സിലേക്ക് പോകാം. അപ്പം 19ാമത് ഏഷ്യൻ ഗെയിംസ് ആണ് 2022 നടക്കേണ്ടിയിരുന്നത്. കോവിഡ് സാഹചര്യം മൂലം ഈ ഏഷ്യൻ ഗെയിംസ് നടന്നത് 2023 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെയാണ് 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത്. അപ്പോൾ 19ാമത് ഏഷ്യൻ ഗെയിംസ് 2022 നടക്കേണ്ടിയിരുന്നത്. കോവിഡ് സാഹചര്യം മൂലം 2022 നടക്കേണ്ടിയിരുന്ന ഏഷ്യൻ ഗെയിംസ് 2023 നടന്നത്. 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെ. എവിടെ വെച്ചാണ് നടന്നത്? ചൈന, ഹാങ്ഷു. അപ്പോൾ വേദി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചൈനയിലെ ഹാങ്ഷുവിലാണ് 2023 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്നത്. 2022 ഏഷ്യൻ ഗെയിംസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് 2022 ഏഷ്യൻ ഗെയിംസ് എന്നോ 2023 ഏഷ്യൻ ഗെയിംസ് എന്നോ ചോദിച്ചാൽ രണ്ടും സെയിം ആണെന്ന് ഓർത്തോണം. അപ്പോൾ ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ ഏത് പേരിലാണ് അറിയപ്പെട്ടത്? ഷാൻഷുയി. അതായത് 2023 നടന്ന ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ അറിയപ്പെടുന്ന പേരെന്തായിരുന്നു? ഷാൻഷുയി. ഷാൻഷുയി എന്ന് വെച്ചാൽ ലേക്ക് ആൻഡ് മൗണ്ടെയിൻ എന്നതാണ് അർത്ഥം. ലേക്ക് ആൻഡ് മൗണ്ടെയിൻ. ഔദ്യോഗിക ചിഹ്നം സ്മാർട്ട് ട്രിപ്ലെറ്റ്സ്. സ്മാർട്ട് ട്രിപ്ലെറ്റ്സ് ആയിരുന്നു ഔദ്യോഗിക ചിഹ്നം. അതായത് ഈ സ്മാർട്ട് ട്രിപ്ലെറ്റ്സ് എന്നറിയപ്പെടുന്ന 3 റോബോട്ടുകളാണ്. ഈ റോബോട്ടുകൾക്ക് പേരുണ്ട്. ഷെൻഷൻ, കോങ് ലിയാൻ ലിയാൻ. ഷെൻഷൻ, കോങ് ലിയാൻ എന്നിങ്ങനെ 3 റോബോട്ടുകൾ. അവരാണ് സ്മാർട്ട് ട്രിപ്ലെറ്റ്സ്. അപ്പോൾ സ്മാർട്ട് ട്രിപ്ലെറ്റ്സ് എന്നറിയപ്പെടുന്ന 3 റോബോട്ടുകളായിരുന്നു ഔദ്യോഗിക ചിഹ്നം. ഔദ്യോഗിക ദീപശിഖ എറ്റേണൽ ഫ്ലെയിം ആയിരുന്നു ഔദ്യോഗിക ദീപശിഖ. മുദ്രാവാക്യം ഹാർട്ട് ടു ഹാർട്ട് അറ്റ് ഫ്യൂച്ചർ. മുദ്രാവാക്യം എന്തായിരുന്നു? ഹാർട്ട് ടു ഹാർട്ട് അറ്റ് ഫ്യൂച്ചർ. ഔദ്യോഗിക ദീപശിഖ എറ്റേണൽ ഫ്ലെയിം. ഔദ്യോഗിക ചിഹ്നം സ്മാർട്ട് ട്രിപ്ലെറ്റ്സ് എന്നറിയപ്പെടുന്ന 3 റോബോട്ടുകൾ. വേദി എവിടെയായിരുന്നു? ചൈനയിലെ ഹാങ്ഷു. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത് ചൈന തന്നെയാണ്. ആതിഥേയ രാജ്യം തന്നെയാണ് മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയത്. ചൈനയ്ക്ക് ആകെ 383 മെഡലുകളാണ് ലഭിച്ചത്. മെഡലുകളുടെ എണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 383 മെഡലുകളാണ് ലഭിച്ചത്. അതിൽ 201 സ്വർണം, 11 വെള്ളി, 71 വെങ്കലം. അപ്പം മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഏത്? ചൈന. ചൈനയ്ക്ക് ആകെ എത്ര മെഡലുകൾ ലഭിച്ചു? 383 മെഡലുകൾ ലഭിച്ചു. എത്ര സ്വർണം കിട്ടി? വളരെ ഇമ്പോർട്ടൻ്റ്, പഠിച്ചു വെച്ചേക്കാം. 201 സ്വർണം. എത്ര വെള്ളി ലഭിച്ചു? 11 വെള്ളി. എത്ര വെങ്കലം ലഭിച്ചു? 71 വെങ്കലം. മെഡൽ പട്ടികയിൽ രണ്ടാമതെത്തിയത് ജപ്പാൻ ആണെന്ന് ഓർക്കുക. മെഡൽ പട്ടികയിൽ 2ാം സ്ഥാനത്ത് ജപ്പാനാണ് എത്തിയത്. മെഡൽ പട്ടികയിൽ 3ാം സ്ഥാനത്തെത്തിയതോ ദക്ഷിണ കൊറിയയാണ് മെഡൽ പട്ടികയിൽ 3ാം സ്ഥാനത്ത് എത്തിയത്. ഇന്ത്യയുടെ സ്ഥാനം എത്രാമതായിരുന്നു? 4ാം സ്ഥാനം. അപ്പം മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്തെത്തിയ രാജ്യം ഏത്? ഇന്ത്യ. ഇന്ത്യക്ക് ആകെ ലഭിച്ച മെഡലുകളുടെ എണ്ണം വളരെ ഇമ്പോർട്ടൻറ്റ്. 107 മെഡലുകളാണ് ഇന്ത്യക്ക് ആകെ ലഭിച്ചത്. അപ്പോൾ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 4ാം സ്ഥാനം. ഇന്ത്യക്ക് ആകെ ലഭിച്ച മെഡലുകളുടെ എണ്ണം 107. അതിൽ എത്ര സ്വർണം, എത്ര വെള്ളി, എത്ര വെങ്കലം? 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. 28 സ്വർണം കിട്ടി, 38 വെള്ളി ലഭിച്ചു, 41 വെങ്കലം. ഇന്ത്യക്ക് കിട്ടിയ മെഡലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസ്താവന രീതിയിൽ ചോദിക്കും. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായ മലയാളി താരം ആരാണ്? ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായ മലയാളി താരമാണ് മിന്നു മണി. അടുത്ത ഫാക്ട്, ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരം ആര്? അദിതി അശോകാണ് ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരം. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത് ആര്?
ഷോട്ട് പുട്ടിൽ വെങ്കല മെഡലാണ് ലഭിച്ചത് കിരൺ ബാലിയാനാണ് ലഭിച്ചത്. അപ്പോൾ 19ാമത് ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ ആർക്കാ ലഭിച്ചത്? കിരൺ ബാലിയാനാണ് ലഭിച്ചത് വെങ്കല മെഡൽ. ഇനമേതായിരുന്നു? ഷോട്ട് പുട്ട്. പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ കായിക താരം മലയാളിയായ മുരളി ശ്രീശങ്കറിന് വെള്ളി മെഡലാണ് ലഭിച്ചത്. പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ ലഭിച്ച കായിക താരമാണ് മുരളി ശ്രീശങ്കർ. ഓർക്കുക, ഈ ഒരു ഏഷ്യൻ ഗെയിംസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ ഏഷ്യൻ ഗെയിംസ് ആണ് 2022 ഹാങ്ഷു ഏഷ്യൻ ഗെയിംസ്. അപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ ഏഷ്യൻ ഗെയിംസ് ഇത്തവണത്തെ ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു. അപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി 100-ലധികം മെഡൽ നേടിയ ഏഷ്യൻ ഗെയിംസും ഏത് തന്നെയാണ്? ഈ ഒരു ഏഷ്യൻ ഗെയിംസ് തന്നെയാണ്. 100ാമത്തെ മെഡൽ, ഇന്ത്യക്ക് വേണ്ടി 100ാമത്തെ മെഡൽ വനിതകളുടെ കബഡി ടീമാണ് നേടിക്കൊടുത്തത്. അത് സ്വർണ്ണ മെഡലായിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി 100ാമത്തെ മെഡൽ വനിതാ കബഡി ടീമാണ് നേടിക്കൊടുത്തത് എന്ന് ഓർക്കുക, അത് സ്വർണ്ണ മെഡലായിരുന്നു. ഇനി 19ാം ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയതാര്? വളരെ ഇമ്പോർട്ടൻറ്റ്. ഉദ്ഘാടന ചടങ്ങിൽ പതാക ഏന്തിയതാര്? അതും ഓർക്കണം. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ ആൾക്കാരുടെ പേരും ഓർക്കുക. 19ാം ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഹർമൻപ്രീത് സിംഗും ലവ്ലീന ബോർഗോഹൈനുമാണ്. ആരാണ് ഹർമൻപ്രീത് സിംഗ്? ഇന്ത്യൻ പുരുഷ ഹോക്കി താരമാണ് ഹർമൻപ്രീത് സിംഗ്. ലവ്ലീന ബോർഗോഹൈൻ ആരാണ്? ഇന്ത്യൻ വനിതാ ബോക്സറാണ് ലവ്ലീന ബോർഗോഹൈൻ. ഇനി സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരാണ്? ഇന്ത്യൻ ഹോക്കി താരമായ PR ശ്രീജേഷ് ആണ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത്. ഓക്കെ, അപ്പോൾ 2023 വേദി ഹാങ്ഷു ചൈന. 2018 ഏഷ്യൻ ഗെയിംസ് എവിടെ വെച്ചാണ് നടന്നത്? ജക്കാർത്തയിൽ വെച്ചാണ് നടന്നത്. 2018 ഏഷ്യൻ ഗെയിംസിന്റെ വേദി എവിടെയായിരുന്നു? ജക്കാർത്ത. 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഐച്ചി ഗോയ, ജപ്പാൻ. ഇനി വരാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസ് 2026 ജപ്പാനിലെ ഐച്ചി ഗോയയിൽ വെച്ചാണ് നടക്കാനിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫാക്ട്സ് ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കുക. ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. 19ാമത് ഏഷ്യൻ ഗെയിംസ് 2022 നടക്കേണ്ടിയിരുന്നത്. കോവിഡ് സാഹചര്യം മൂലം 2023 സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 8 വരെയാണ് നടന്നത്. വേദി ചൈനയിലെ ഹാങ്ഷു. 2022 ഏഷ്യൻ ഗെയിംസിന്റെ മെഡൽ അറിയപ്പെടുന്ന പേര് ഷാൻഷുയി. ഔദ്യോഗിക ചിഹ്നം സ്മാർട്ട് ട്രിപ്ലെറ്റ്സ് എന്നറിയപ്പെടുന്ന 3 റോബോട്ടുകളാണ്. റോബോട്ടുകളുടെ പേരെന്തൊക്കെയാ? ഷെൻഷൻ, കോങ്കോങ്, ലിയാൻ. ഓക്കെ, ഔദ്യോഗിക ചിഹ്നം സ്മാർട്ട് ട്രിപ്ലെറ്റ്സ്. ഔദ്യോഗിക ദീപശിഖ എറ്റേണൽ ഫ്ലെയിം. മുദ്രാവാക്യം ഹാർട്ട് ടു ഹാർട്ട് അറ്റ് ഫ്യൂച്ചർ. മെഡൽ പട്ടികയിൽ 1ാമത് ചൈനയ്ക്ക് 383 മെഡലുകളാണ് ലഭിച്ചത്. അത് 201 സ്വർണം, 11 വെള്ളി, 71 വെങ്കലം. മെഡൽ പട്ടികയിൽ 2ാമത് ജപ്പാനാണ് എത്തിയത്. മെഡൽ പട്ടികയിൽ 3ാമത് ദക്ഷിണ കൊറിയ, 4ാമത് ഇന്ത്യ. ഇന്ത്യക്ക് ആകെ 107 മെഡലുകളാണ് ലഭിച്ചത്. അതിൽ 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം എന്നിവയായിരുന്നു. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായ മലയാളി താരം ആരാണ്? മിന്നു മണിയാണ്. വളരെ ഇമ്പോർട്ടൻറ്റ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരം ആര്? അദിതി അശോക്. 19ാമത് ഏഷ്യൻ ഗെയിംസിൽ അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയത് കിരൺ ബാലിയാൻ. ഷോട്ട് പുട്ട് ഇനം വെങ്കല മെഡലാണ് ലഭിച്ചത്. പുരുഷ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ കായിക താരം മുരളി ശ്രീശങ്കർ, മലയാളിയാണ് അദ്ദേഹം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ ഏഷ്യൻ ഗെയിംസ് ആണ് 2022 ഹാങ്ഷു ഏഷ്യൻ ഗെയിംസ്. 19ാം ഏഷ്യൻ ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഹർമൻപ്രീത് സിംഗും ലവ്ലീന ബോർഗോഹൈനുമാണ്. സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് PR ശ്രീജേഷ് ആണ്. ഇനി 2018 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജക്കാർത്ത. 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ഐച്ചി ഗോയ, ജപ്പാൻ. ഓക്കെ, ഇപ്പോൾ ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് ഓർത്തിരിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. പ്രസ്താവന രീതിയിൽ ഇപ്പം PSC ചോദിക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.